ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള പാലക്കാട് ടൗണിൻ്റെയും ചെർപ്പുളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും ഇടയിലുള്ള ആ, ഒരു ചെറിയ ഗ്രാമപ്രദേശം കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞാൽ കടമ്പഴിപ്പുറത്തിൻ്റെ അടുത്തുള്ള ഒരു പുഞ്ചപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെയാണ്. എന്ന് പറഞ്ഞാൽ കടമ്പഴിപ്പുറം ടൗണിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ കടമ്പഴിപ്പുറത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നമുക്ക് എന്തായാലും പോകാൻ ഇപ്പോൾ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ കടമ്പഴിപ്പുറം ടൗണിൽ കൂടെ, ചെറിയൊരു ടൗണാണത്, ചെറിയൊരു കുറച്ച് കടകളും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ടൗണ്. ആ പ്രദേശത്തുള്ളവർക്ക് വലിയൊരു ടൗണ് ഇല്ലെങ്കിൽ കുറച്ച് നല്ല ഇത് കടകളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചെർപ്പുളശ്ശേരി ഇല്ലെങ്കിൽ ഒറ്റപ്പാലം ഇല്ലെങ്കിൽ പിന്നെ പാലക്കാട്ടിലേക്ക് തന്നെയാണ് അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ കടമ്പഴിപ്പുറം എന്ന് പറയുന്നത് ചെറിയൊരു ടൗണാണ്. അതിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് പുഞ്ചപ്പാടം എന്ന് പറയുന്ന ഒരു ഗ്രാമവും. അവിടുത്തെ ഒരു വീടിനെയാണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ചെർപ്പുളശ്ശേരിക്ക് കടമ്പഴിപ്പുറം എന്നൊക്കെ പറയുന്നത് ചെറിയ രീതിയിലുള്ളൊരു മലയോര പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. നിറയെ പച്ചപ്പുകൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടം തൊട്ട് ഒരു നമ്മളുടെ കടമ്പഴിപ്പുറം തൊട്ടൊക്കെ ഏകദേശം വള്ളുവനാടൻ രീതികളിലുള്ള സംസാര രീതികളും വള്ളുവനാടൻ ചൊവ്വയാണ് അങ്ങോട്ടുള്ളത്. എവിടെ നോക്കിയാലും നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും, നല്ല പച്ചപ്പ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പച്ചപ്പായിരിക്കും എല്ലാവിടെയും. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി തന്നെ പാലക്കാട് നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ, നമ്മളുടെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറം, ആ ഭാഗത്ത് ഈ മലപ്പുറം വഴി എടപ്പാൾ, കോഴിക്കോട് അങ്ങനെ പോവാം. പിന്നെ നമ്മളുടെ സൈലൻറ്റ് വാലി അങ്ങനെയെല്ലാം പോവാം. നേരെ പോയി കഴിഞ്ഞാൽ ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം ആ ഭാഗത്തെത്താം. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കടമ്പഴിപ്പുറത്തെ പുഞ്ചപ്പാടം എന്ന സ്ഥലത്തെ ഒരു വീട്ടിലേക്കാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. ആ വീടൊന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു വീടാണ്, പക്ഷേ ചെറിയ ഭാഗമേ നമ്മൾ വീട് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അതുവരെ നമ്മൾ ഈ വഴികൾ, നമ്മളുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കടമ്പഴിപ്പുറം ചെറിയ ടൗണും ആ ഭാഗങ്ങളെല്ലാം. ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അമ്പലങ്ങൾ കാണാം. പഴയ കുറേ അമ്പലങ്ങളുണ്ട്, മോസ്കുകളുണ്ട്, ചർച്ചുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതേപോലെ ഇത് ഇപ്പോൾ നമ്മളുടെ പാടത്ത് ഈ പൂട്ടി ഇടുന്ന ഒരു സമയമായതുകൊണ്ട്, ഞാറ് വിതയ്ക്കുന്നതിൻ്റെയും എല്ലാം ആ ഒരു മുന്നോടിയായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ താറാവുകളെ ഇറക്കിയിട്ടുണ്ട് എല്ലാ പാടങ്ങളിലും. അതുകൊണ്ട് തന്നെ എല്ലാ മൂലയ്ക്കും നമുക്ക് കാണാം താറാവിനെ ഇടുന്ന ടെൻറ്റുകളും, അതേമാതിരി താറാവിൻ്റെ മുട്ട വിൽക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ചെറിയ പ്രദേശമാണ്, ഇതാണ് കടമ്പഴിപ്പുറം എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷൻ. അവിടുത്തെ ഒരു ചെറിയ ടൗണാണിത്. കുറച്ച് കടകൾ, ബേക്കറികൾ, ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ ഒരു ചെറിയ ടൗണ് എന്ന് പറയാം. വലതുവശത്ത് തന്നെ നല്ലൊരു മോസ്ക് കാണാം. ഇവിടെ നല്ലൊരു ചർച്ച് കാണാം. അങ്ങനെ ഇഷ്ടംപോലെ അമ്പലങ്ങളും ചർച്ചുകളും മോസ്കും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്.
ഇവിടെ അതിൻ്റെ ഇടതുവശത്ത് നോക്കിയാൽ നല്ല പ്രകൃതി ദൃശ്യം. അതിൻ്റെ ഒരു മലഞ്ചെരുവിൻ്റെ തൊട്ട് താഴെ അതിമനോഹരമായിട്ടുള്ളൊരു ചെറിയ വീട്. പക്ഷെ വളരെ ഭംഗിയായിട്ട് അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ചുറ്റും അതിലൊന്നും കെട്ടാതെ ശരിക്കും ആ പ്രകൃതിയുടെ ദൃശ്യം ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ ഒരു വീട്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് നേരിട്ട് കാണാൻ വളരെ കൗതുകമാണ്. അവിടെ ഒരുപാട് ആളുകൾ വണ്ടി നിർത്തി ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് എപ്പോഴും. അത്രയ്ക്കും നല്ലൊരു ദൃശ്യമാണത്. കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ ചെറിയ കടകളും ഉള്ള ഒരു കവല കാണാം. ഇത് മണ്ണമ്പറ്റ എന്നാണ് അറിയപ്പെടുന്നത്. മണ്ണമ്പറ്റ റോഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ് പുഞ്ചപ്പാടം, ശരിക്കുമുള്ള ഒരു പുഞ്ചപ്പാടം. ഇതെല്ലാം പുഞ്ചപ്പാടത്ത് പെട്ട സ്ഥലങ്ങളാണെങ്കിൽ കൂടിയും ഇതിനെ പ്രത്യേകിച്ച് മണ്ണമ്പറ്റ റോഡ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. പോണ വഴിക്കെല്ലാം നിറയെ പഴയ മോഡലിലുള്ള ഒരുപാട് കാലം പഴക്കമുള്ള പഴയ മോഡലിലുള്ള വീടുകൾ കാണാം. അതേമാതിരി തന്നെ ആ പാതയുടെ വളഞ്ഞു പുളഞ്ഞുള്ള ചെറിയ കയറ്റങ്ങളും ചെറിയ കുന്ന് ഇറക്കങ്ങളും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പ്രകൃതി വിരുന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക കാണാൻ. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകൾ. ഇതിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മളുടെ ചെർപ്പളശ്ശേരിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മളുടെ ആനക്കോട്ടയായിട്ടുള്ള പേര് കേട്ടിട്ടുള്ള മംഗലാംകുന്ന് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു വീട് ഒന്ന് വെളിയിൽ നിന്നും ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ലക്ഷ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പഴയ ഒരു വീടാണ്. പക്ഷേ അതിനെ മോഡിഫൈ ചെയ്ത് നന്നാക്കി അതിൻ്റെ മുൻവശം മുഴുവൻ ഒരു ഗാർഡൻ സെറ്റപ്പ് അങ്ങനെയെല്ലാം ചെയ്ത് വളരെ മനോഹരമായിട്ട് അതിനെ വെച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ വീടിന്ന് നമ്മളുടെ ഒരു വീഡിയോയിന് ഒരു വിഷയമായത്. അപ്പോൾ അത്രയ്ക്കും അത് സുന്ദരമായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ വീടിൻ്റെ വളരെ ഭംഗിയായിട്ട് അവർ എൻട്രൻസ് കയറുമ്പോൾ തന്നെ കുറച്ച് പൂച്ചട്ടികളെല്ലാം മതിലിൻ്റെ അവിടെ വെച്ച് വളരെ നന്നായിട്ടുണ്ട്. വീട് കാണാനും നല്ലൊരു എടുപ്പുള്ളത് കൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും ആ വീടിൻ്റെ. ഫ്രണ്ടിൽ അവർ സ്റ്റെപ്പുകൾ കൊടുത്തിട്ട് ഇടതുഭാഗത്തായിട്ട് കാറിന് പോകാനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്.
അതിൻ്റെയും അരികിലെല്ലാം ഒരു പൂന്തോട്ടം മാതിരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്നാണ് തോന്നുന്നത് എനിക്ക്. കാരണം വെച്ചാൽ ഞാൻ കുറേ വീടുകളായി ഇങ്ങനെ കാണുന്നു. അവിടുത്തെ വീട്ടമ്മമാരുടെ അവരുടെ ഒരു ഹരം, ഇല്ലെങ്കിൽ അവരുടെ ഒരു ഹോബി, ഒരു ക്രേസ് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഈവൻ പല ആമസോൺ മാതിരിയുള്ള പല സൈറ്റുകളിൽ നിന്നും ഓൺലൈൻ വഴി അടക്കം പൂച്ചെടികളും മറ്റും വാങ്ങി വീടുകൾ അലങ്കരിക്കുന്നവരുണ്ട്. പക്ഷെ അതൊരു കലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ രസകരമായിട്ട് അത് ചെയ്യുന്നുമുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളുടെ ബേഡ്സിനെ, ഒരു കിളിക്കൂട്, ലവ് ബേഡ്സിനെ ഇട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ 2 കിളികളെ അതിൽ കണ്ടുള്ളൂ. എന്നിരുന്നാലും അവരതിലും കൂടെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു കാര്യം. 2 ബേഡേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ. പിന്നെ പുറകുവശത്തായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ഇതാണ്. അതും വളരെ കൗതുകമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ 3-4 ഏക്കർ സ്ഥലമുണ്ട്. അത് മുഴുവൻ ഒരു വൃത്തിയായിട്ട് വളരെ നല്ല ക്ലീനായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ടെങ്കിലും കൂടിയും വളരെ വൃത്തിയായിട്ട് അതിനെ പുല്ലൊക്കെ ചെത്തി വൃത്തിയായിട്ട് അത്രയും സ്ഥലം നന്നായി സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ഓരോ വീഡിയോസിൻ്റെയും ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ജനങ്ങൾക്ക്, ഇല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക, നമ്മളുടെ അറിവ് കൊടുക്കുക. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ വീടും പരിസരവും സൂക്ഷിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മളുടെ തൊടിയും പറമ്പും എല്ലാം നമ്മൾ എത്ര വൃത്തിയായിട്ട് എങ്ങനെ സൂക്ഷിക്കാം, ഒരു വീടിൻ്റെ ചുറ്റുപാട് എങ്ങനെ സൂക്ഷിക്കാം. അതേമാതിരി തന്നെ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ഉൾനാടൻ ഗ്രാമങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോ വീഡിയോ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനോ മറ്റോ ആയിരിക്കാം അവിടെ ഒരു ചെറിയ ഷെഡ് കണ്ടു. അതിലെന്തൊക്കെയോ മെഷീനറീസ് ഉണ്ട്. അതേമാതിരി വാഴ, കവുങ്ങ്, തെങ്ങ് ഇത്തരം ഇതുണ്ട്. ചില മരങ്ങളിലെല്ലാം കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തൊട്ട് പിന്നിലായിട്ട് കുറേ നീണ്ടു കിടക്കുന്ന ഒരു റബ്ബർ കാടുകളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, എൻജോയ്.